ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും വിജയിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ കോൺഗ്രസ് നീക്കം തുടങ്ങിയിരുന്നതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ആയിരിക്കുമ്പോഴും പല വിട്ടുവീഴ്ചകളും വരുത്തി അവർ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കുവാൻ തയ്യാറായിരുന്നു. JDUവും RLDയും സഖ്യത്തിൽ നിന്നും പുറത്തുപോയത് തിരിച്ചടി ഉണ്ടാക്കിയെങ്കിൽ പോലും കോൺഗ്രസ് ഇതുവരെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. BJP വളരെ ശക്തമാണ്. വളരെ ഗൗരവത്തോടെയും ശ്രദ്ധയോടെയുമാണ് BJP തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഓരോ ചുവടും വെക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2024 തിരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യം. ലോക്സഭാ സീറ്റുകളിൽ BJPക്കെതിരെ ശക്തമായ ഒരു പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ള കോൺഗ്രസിന്റെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ പദ്ധതി ഇതുവരെ പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇനിയും പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സഖ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പാർട്ടി വ്യക്തമാക്കുന്നത്. 2019 റാഫേൽ യുദ്ധവിമാന ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മുദ്രാവാക്യമൊക്കെ ഉയർത്തിയിരുന്നു. എന്നാൽ അതിനോടൊപ്പം പാവപ്പെട്ടവർക്ക് മിനിമം വരുമാന ഗ്യാരണ്ടി എന്ന വാഗ്ദാനം നൽകുന്ന ന്യായ് പദ്ധതിയും കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനങ്ങളായിരുന്നു. ഇത്തവണ കൂടുതൽ വാഗ്ദാനങ്ങളുമായി ന്യായ് പദ്ധതി വിപുലീകരിച്ചപ്പോൾ ഇലക്ട്രിക് ബോണ്ടുകളും ഇത്തവണ ഒരു പ്രധാന പ്രചാരണ വിഷയം ആക്കിയിട്ടുണ്ട്. ജാതി സെൻസസും ഇത്തവണ കോൺഗ്രസ് പ്രചാരണ വിഷയമാക്കി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലൂടെ OBC, ഗോത്രവർഗ, ദളിത് വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാം എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അവർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തൊഴിലില്ലായ്മയുടെ പേരിൽ യുവാക്കൾക്കിടയിലും ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ ദരിദ്ര കുടുംബങ്ങൾക്കിടയിലും BJP സർക്കാരിനെതിരെ ഒരു രോഷമുണ്ടെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിൽ വന്ന വീഴ്ചകൾ തിരിച്ചടിയായി തന്നെ കോൺഗ്രസ് കാണുന്നുമുണ്ട്. സഖ്യത്തിന് ഇതുവരെ ഒരു പൊതുപരിപാടിയോ അല്ലെങ്കിൽ വ്യക്തമായൊരു ഭരണ അജണ്ടയോ ഇതുവരെ ആവിഷ്കരിക്കാനായിട്ടില്ല എന്നുള്ളത് വളരെ ദോഷകരമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഒരിക്കൽ പോലും സഖ്യകക്ഷികൾക്ക് അവരുടെ എല്ലാ മുൻനിര നേതാക്കളെയും അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെയും ഒറ്റ വേദിയിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ നിതീഷ് കുമാറിന്റെ JDUവും ജയന്ത് ചൗധരിയുടെ RLDയും ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് പുറത്തു പോവുകയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബന്ധം വേണ്ടെന്ന് വെച്ചതും എല്ലാം തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയതാണ്. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യവും ഡൽഹിയിലെ AAP കോൺഗ്രസ് സീറ്റ് വിഭജനവും സഖ്യത്തിന് ആശ്വാസം പകരുന്നു എന്നുള്ളത് വാസ്തവമാണ്. തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ സീറ്റ് പങ്കിടൽ ഉടമ്പടികൾ ഉണ്ടാകും. ഈ സഖ്യങ്ങൾ ഇന്ത്യ ബ്ലോക്കിന്റെ രൂപീകരണത്തിന് മുമ്പുള്ളതാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ആഴ്ചകൾക്ക് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പലയിടത്തും പാർട്ടികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതാണ്. നരേന്ദ്രമോദി സർക്കാരിന് ഹാട്രിക് വിജയം പ്രതീക്ഷിക്കുന്ന BJP നയിക്കുന്ന NDA മുന്നണി ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത്. 400-ലേറെ സീറ്റുകൾ നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നതും വിശ്വസിക്കുന്നതും. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ NDA മുന്നണി ശക്തിപ്പെടുത്തുന്ന നടപടികൾക്ക് കഴിഞ്ഞ വർഷം മുതൽ തന്നെ BJP തുടക്കം കുറിച്ചതാണ്. പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം നൽകിയിരുന്ന നിതീഷ് കുമാറിന്റെ JDUവിനെ തിരികെ മുന്നണിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അവരുടെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നീക്കം തന്നെയായിരുന്നു. RLDയെയും സമാനമായ രീതിയിൽ തന്നെ BJP അവരുടെ പാളയത്തിലേക്ക് എത്തിച്ചു. JDS, NCP, ശിവസേന, ജനസേന തുടങ്ങിയവരും ഈ കാലയളവിൽ NDAയിൽ എത്തിയവരാണ്. BJP കേന്ദ്രത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ എന്ന പേരിൽ ഒരു പുതിയ സഖ്യം രൂപീകരിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കമെല്ലാം തന്നെ രാജ്യം ഒന്നടങ്കം നോക്കിക്കണ്ടിരുന്നതാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സഖ്യ രൂപീകരണത്തിന് മുന്നിൽ നിന്ന നിതീഷ് കുമാർ അടക്കം മറുകണ്ഠം ചാടിയത് വലിയ തിരിച്ചടിയായിരുന്നു. ബംഗാളിൽ മമതാ ബാനർജി തനിച്ചാണ് മത്സരിക്കുക. ഇത്തരം തിരിച്ചടികളൊക്കെ ഉണ്ടായെങ്കിലും ഉത്തർപ്രദേശ്, ഡൽഹി, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സഖ്യത്തിന്
രാഷ്ട്രീയത്തിലെ കക്ഷികൾക്കിടയിൽ സീറ്റ് ധാരണ ഉണ്ടാക്കാൻ സാധിച്ചത് ആശ്വാസം പകരുന്നുണ്ട്. അതുപോലെ തന്നെ ന്യായ് മുദ്രാവാക്യം കേന്ദ്രീകരിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതുപോലെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ തൊഴിലില്ലാത്ത യുവാക്കൾ, സ്ത്രീകൾ, ആദിവാസികൾ, ദളിതർ, തൊഴിലാളി വർഗം, കർഷകർ എന്നിവർക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇതെല്ലാം തന്നെ വോട്ടുകളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്നാൽ അതേസമയം 18ാമത് ലോക്സഭയിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണയും തിരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 19 തുടങ്ങുന്ന വോട്ടെടുപ്പ് വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട് ജൂൺ 1 അവസാനിക്കുക. ജൂൺ 4 വോട്ടെണ്ണുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാജ്യത്ത് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കേരളത്തിൽ 2ാം ഘട്ടമായ 26 വോട്ടെടുപ്പ് നടക്കുക.